നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതൊന്ന് നിലത്ത് വീണ് പൊട്ടിപ്പോയി. അത് കണ്ടോണ്ട് വന്ന് ഇവള് ആന്റിയുടെ മുഖത്തടിച്ചു. അതുകൊണ്ടാ ഞാൻ തിരിച്ചടിച്ചത്. വീട്ടില് വേല ചെയ്യുന്ന ഒരു വേലക്കാരിക്ക് വേണ്ടി നീ ശിവാനിയെ തല്ലുവോ? വേലക്കാരി എന്ന് പറഞ്ഞ ആന്റിക്ക് അത്രയ്ക്ക് അങ്ങ് ചെറുതായി പോയോ? അവര് മനുഷ്യരല്ലേ ആന്റി? എന്നെ ഇവിടെ നീ ഒരുപോലെയാണോ കാണുന്നേ? വേലക്കാരികൾ മര്യാദയ്ക്ക് പണിയെടുത്തില്ലെങ്കിൽ അത് ചോദ്യം ചെയ്തിരിക്കും. ചിലപ്പോ തല്ലിയെന്നും വരും. അല്ല, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്ക, നീ എന്തിനാ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നേ? സത്യം പറ, ആരാ ഇവര്? അതെനിക്കറിയണം. ഇപ്പൊ മാത്രമല്ല, ഇവർ ഈ വീട്ടില് കാലെടുത്ത് വെച്ചപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. ഇവരെ താലത്തിൽ വെച്ച് കൊണ്ടു നടക്കണല്ലോ നീ. അതിന്റെ കാരണം എന്താ? പറ, കേൾക്കട്ടെ. നീയും ഈ വേലക്കാരും തമ്മിലുള്ള ഇടപെടലും വർത്താനമൊക്കെ കണ്ടിട്ട് എനിക്ക് ബലമായ സംശയമുണ്ട്. ഇവളുടെ ദേഹമൊന്നും നൊന്തപ്പോൾ ഇവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നേ. അതിന്റെ കാര്യം എന്താ? ഉറപ്പായും ഇവളുടെ പിന്നിൽ മറ്റെന്തോ സംഭവം ഉണ്ടാന്റി. പറഞ്ഞിതി, എന്താ കാര്യം? അതെനിക്കറിയണം. ഓ, അത് ശരി. അപ്പോ അങ്ങനെയാണ് കാര്യം. ഇതിപ്പോ സ്ഥിര ഏർപ്പാടാണല്ലേ? ഈ നിൽക്കുന്ന വേലക്കാരി നിന്റെ ആരാടി? നിന്റെ അമ്മയാണോ അതോ നിന്റെ കെട്ടിയോന്റെ അമ്മയാണോ? നിനക്ക് വേണമെങ്കിൽ ഈ വേലക്കാരിയെ പൂവിട്ട് പൂജിക്കാം. പക്ഷേ അതിന്റെ പേരിൽ എന്റെ മോളുടെ ദേഹത്ത് തൊട്ടാ ആ കൈ ഞാൻ വെട്ടും, പറഞ്ഞേക്കാം. നീ ഒറ്റ ഒരുത്തി കാരണം സ്വന്തം വീട്ടിൽ അഭയാർത്ഥികളായി ജീവിക്കേണ്ട ഗതികേടിലാണ് ഞങ്ങളിപ്പോ. CKCയും ജ്യോതിയും മനസ്സലിവ് കാണിച്ചത് കൊണ്ട് മാത്രമാ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരാത്തത്. മര്യാദയ്ക്കൊരു കോഫി പോലും കൊണ്ടുവന്ന് കൊടുക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനൊരു വേലക്കാരി? ചെയ്യേണ്ട ജോലി മര്യാദയ്ക്ക് ചെയ്തില്ല എങ്കിൽ ചിലപ്പോ മുഖത്തടിച്ചെന്നൊക്കെ ഇരിക്കും. അതിപ്പോ ഞാനായാലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ. ഓഹോ, അങ്ങനെയാണോ? തല്ലുവോ? എങ്കിൽ നിങ്ങളൊന്ന് തല്ലിയേ കാണട്ടെ. ഈ നിൽക്കുന്നത് ആരാണെന്ന് അറിയൂ ആന്റിക്ക്? ആരാ ഇവള്? പറയുന്നിധി, ആരാ ഇവളെന്ന്? ചോദിച്ചത് കേട്ടില്ലേ നീ? പറയാൻ. ഇവൾ ആരാണെന്ന്? ആരായാലെന്താ? പ്രായത്തിൽ മുതിർന്ന സ്ത്രീയല്ലേ, അതെങ്കിലും മനസ്സിലാക്കണ്ടേ ഇവള്? ആ സെൻസ് എങ്കിലും എല്ലാവർക്കും വേണ്ടതല്ലേ? ഈ നിൽക്കുന്ന നിർമ്മല ആന്റിയുടെ പ്രായം എത്രയാ? ഇവളുടെ പ്രായം എത്രയാ? പ്രായത്തെ മാനിച്ചേ പറ്റൂ, അതിനി ആരായാലും. ഇനി മേലിൽ നിർമ്മലാന്റിയുടെ ദേഹത്ത് ഇവളെന്നല്ല ആര് തൊട്ടാലും ഞാൻ ഈ പറഞ്ഞ പ്രായ വ്യത്യാസത്തിന്റെ കാര്യം അങ്ങ് മറന്നെന്നിരിക്കും. ഓർത്തോ എല്ലാവരും? വാ ആന്റി. ഏട്ടത്തി ഒന്ന് നിന്നേ. എന്തൊക്കെയാ ഏട്ടത്തി ഇവിടെ നടക്കുന്നത്? ഒരു വേലക്കാരിയുടെ പക്ഷം പിടിച്ചുകൊണ്ട് നിധി ശിവാനിയെ തലങ്ങും വിലങ്ങും തല്ലുന്നു. അത് ചോദിക്കാൻ ചെന്നാ ചോദിക്കുന്നവരെയും തല്ലുമെന്നല്ലേ അവളിപ്പോ പറയാതെ പറഞ്ഞിട്ട് പോയത്? എല്ലാം കണ്ടു നിന്നിട്ട് നാവെടുത്ത് ഒരക്ഷരം മിണ്ടാതെ ഏട്ടത്തി അങ്ങ് പോവാണോ? എന്താ ഇവിടെ നടക്കുന്നത്? ഏത് സമയം നോക്കിയാലും ഏട്ടത്തി ആ നിർമ്മലയെ ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴൊക്കെ നിധി ആവട്ടെ അവളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യം പറയട്ടെ, ആരാണ് ഈ നിർമ്മല?
ആരാണ് അവള്? ഈ വീട്ടിലേക്ക് അവൾ എന്തിനാ ഏട്ടത്തി വന്നിരിക്കുന്നത്? ഒരു കാര്യം ഉറപ്പാ, ഇവിടെ വീട്ടുവേല എടുക്കാനൊന്നും അല്ല നിർമ്മല വന്നിരിക്കുന്നത്. സത്യം അറിയണോ എനിക്ക്? അത് പറഞ്ഞിട്ട് പോയാ മതി എടുത്തി. നിർമ്മലയ്ക്ക് വേണ്ടി നിധി ശിവാനിയുടെ മുഖത്തടിക്കണമെങ്കിൽ അവളുമായിട്ട് നിധിക്ക് എന്തോ ബന്ധം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അതെനിക്കറിയണം. പറയട്ടെ, എന്താ നിധിക്ക് നിർമ്മലയുമായിട്ടുള്ള റിലേഷൻ? റിലേഷനോ? എന്ത് റിലേഷൻ? എനിക്കൊന്നും അറിയില്ല. ശരി, എന്നാ തൽക്കാലം അത് വിട്. ഞാൻ ഇനി ചോദിക്കുന്നതിന് ഉത്തരം പറ. നിധി ചെയ്തത് ശരിയാണോ അതോ തെറ്റാണോ? ആ ചോദ്യം വസു എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നിധിയുടെ സ്വഭാവം വസുവിന് അറിയാവുന്നതല്ലേ. എന്താന്നറിയില്ല, അങ്ങനെ ആയിപ്പോയി നിധിയുടെ സ്വഭാവം. ആരെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ട പെട്ടെന്ന് അവളുടെ സ്വഭാവം മാറും. അതിപ്പോ ഈ നിൽക്കുന്ന ജ്യോതിർമയ്ക്കും അറിയാലോ. പ്രായത്തിന് മുതിർന്ന ഒരാളെ തല്ലാനുള്ള അവകാശമൊന്നും ശിവാനിക്കില്ലല്ലോ. വേലക്കാരിയാണെന്ന് കരുതി തല്ലുക എന്നൊക്കെ പറഞ്ഞ അത് ശരിയുള്ള കാര്യമാണോ വസു? ഒരു വേലക്കാരിയുടെ കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ തർക്കിക്കുന്നത് എന്തിനാ? ശിവാനി പോട്ടെ, നീ വേഗം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യ്. എന്നിട്ട് ആർക്കാന്ന് വെച്ചാ കോഫി ഉണ്ടാക്കി കൊടുക്ക്. വേഗം വിട്ടെ. ശിവാനിയുടെ സ്വഭാവം ഇതാ. ആരോട് എന്തു പറയണമെന്നൊരു ബോധമില്ലാത്ത പെണ്ണ. ആന്റി വിഷമിക്കണ്ട. അവള് കാണിച്ച പ്രവർത്തിക്ക് ഞാൻ ആന്റിയോട് ക്ഷമ ചോദിക്കാം. അതിന് മോളെന്തിനാ ക്ഷമ ചോദിക്കുന്നത്? അടികൊണ്ടപ്പോ എനിക്കെന്റെ ശരീരം മാത്രമേ വേദനിച്ചുള്ളൂ, മനസ്സൊട്ടും വേദനിച്ചില്ല. കാരണം ഞാനിവിടെ നിൽക്കുന്നത് തന്നെ എന്റെ മോനെ സദാസമയം ഒന്ന് കാണാൻ വേണ്ടി മാത്രം. അതിനുവേണ്ടി ഏത് പീഡനവും ഞാൻ സഹിക്കും.